സംശയം എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊരു സിനിമയാക്കേണ്ടിയിരുന്നു എന്ന സംശയമാണ് എനിക്കുണ്ടായത്. കാരണം പടം ആകെ 2 മണിക്കൂർ സിനിമയുള്ളൂ എങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോറടിച്ചു. ഇത് ആരുടെ അഭിനയത്തെ കുറ്റപ്പെടുന്നല്ല, ഈ ആക്ടിങ് വൈസ് എല്ലാവരും ഓക്കെ ആയിരുന്നു. ബട്ട് സിനിമയുടെ കഥ അത്ര രസം ഉണ്ടായിരുന്നില്ല. ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത് 2 പേര് കല്യാണം കഴിക്കുന്നു, ഒരു 3 കൊല്ലം കണ്ടൊരു കൊച്ചുണ്ടാവുന്നു. ആ കൊച്ചിന് 1.5 വയസ്സാവുമ്പോഴേക്കും ആ ഭാര്യയ്ക്ക് ഒരു ഡൗട്ട് തോന്നും. അതായത് കൊച്ച് തങ്ങളുടെ ചായയില്ല, തങ്ങളുടെ മുഖച്ഛായയില്ല, ഭാര്യയുടെ ഭർത്താവിന്റെ ഒരു രൂപസാദൃശ്യവും കൊച്ചിനില്ല. അപ്പൊ ഈ കൊച്ചിന് എന്ത് പറ്റി, കൊച്ചു തങ്ങളുടെ തന്നെയാണോ അത് വേറെ ആരുടെയെങ്കിലും ആണോ എന്നൊരു സംശയം ഉടലെടുക്കുന്നു. പിന്നെ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയുടെ തീം എന്ന് പറയുന്നത്. പടം അത്രപ്പെടുത്ത് എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഈ ചില ഇമോഷൻസ് ഒന്നും വലിയ കണക്ട് ആയ പോലുമില്ല. ഈ ക്ലൈമാക്സ് പോലും അത്ര വലിയ സുഖമുള്ള രീതിയിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ സിനിമാ നടൻ സിദ്ദിഖ് ഇത് റോൾ ഉണ്ടായിരുന്നു, അതും വലിയ പ്രസക്തി ഇല്ലാത്ത റോൾ തന്നെയായിരുന്നു. ചുമ്മാ വന്നു പോണ ഒരു മനുഷ്യൻ, അതിൽ അദ്ദേഹത്തിന് വലിയ റോൾ ഉണ്ടായില്ല. പിന്നെ എടുത്തു പറയാനുള്ളത് സിനിമയുടെ BGM ആണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല രസമുണ്ടാവും. ചില ട്യൂൺസും ചില ഇന്റർവൽ പോർഷനിൽ എത്തുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ട്യൂൺ ഉണ്ട്, അതൊക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പടം ടോട്ടൽ ഒരു ബിലോ ആവറേജ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ഈ സിനിമ കാണാൻ വേണ്ടി സിനിമയിൽ പ്രവർത്തിച്ച ആൾക്കാരും ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. കാരണം ഈ എൻ്റെ അടുത്ത് കുറച്ച് സീറ്റ് സിനിമ തുടങ്ങിയിടക്ക് കാലിയായിരുന്നു. അപ്പൊ ഇത് റിസർവ്ഡ് ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവർ വന്നിരുന്നു. അവിടെ കുറച്ചു നേരം 2 പേര് വന്നു, അവരുടെ സീറ്റ് അത് പറഞ്ഞപ്പോൾ നീറ്റ് വേണ്ട അവസ്ഥ. അങ്ങനെ കുറെ നേരം ഇടക്കിടക്ക് മാറിയിരിക്കുന്നുണ്ടായിരുന്നു. ഈ സിനിമ പ്രവർത്തകർക്ക് സിനിമ ടിക്കറ്റ് എടുത്താൽ എന്താ ഞാനും ഓർക്കുന്നത്. കാരണം ചുമ്മാ വന്ന് കയറി, ഞാൻ വനിതയിലാ പോയത്, അവർ വെറുതെ വന്നകത്ത് കയറുന്നു, സീറ്റ് കാലിയാവുന്നു കണ്ട് കയറി, സീറ്റ് കാലിയാവുന്ന കണ്ട് കയറിയിരിക്കുന്നു. 2 പേര് ആൾക്കാർ വരുമ്പോൾ അവർക്ക് നീറ്റ് മാറേണ്ട അവസ്ഥ തന്നെ. അതൊക്കെ ആക്ച്വലി എന്നെ ഇറിറ്റേഷനാണ്. നമ്മുടെ അടുത്ത് ഇങ്ങനെ മാറുന്നു, ഫ്രണ്ടിൽ നിന്നൊക്കെ ആൾക്കാർ നീങ്ങി പോകുന്നത് കാണാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്തൊക്കെ ഇരുന്നാലും പടം എന്റെ മനസ്സിൽ ബിലോ ആവറേജ്. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.